കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. വാസ്തവത്തിൽ എന്താണ് ക്രിസ്മസ്? ഇന്ന് നമുക്കറിയാം, ലോകം എങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ അലങ്കരിച്ച് തൂക്കി, അലങ്കാര ലൈറ്റുകൾ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പാപ്പ, ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ നാം ഈ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നല്ല പറയുന്നതല്ല, അതിനപ്പുറമായി വാസ്തവത്തിൽ എന്താണ് ക്രിസ്മസ്? പല തരത്തിൽ നമുക്ക് ക്രിസ്മസിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയും. വലിയവനായ ദൈവം ചെറിയ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചതാണ് ക്രിസ്മസ്. എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ക്രിസ്തുയേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ജാപം ചെയ്തു. എൻ്റെ പാടുകൾക്കും പ്രയാസങ്ങളും ദുഃഖങ്ങൾക്കും വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, വീണ്ടും വരും. അതൊരു വലിയ വിശ്വാസമാണ്. ഓരോ ക്രിസ്മസ് ദിനത്തിലും നാം ഇത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം നാം ഉൾക്കൊള്ളുന്നത്, നാം ആദ്യം കേൾക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതായത് വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം ഉത്ഭവിക്കുന്നത്, ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുന്നത് ഉയരത്തിൽ നിന്നാണ് എന്നാണ് വളരെ വ്യക്തമായി അവിടെ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർണമെങ്കിൽ നാം താഴേക്കല്ല, ഉയരങ്ങളിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കാണ് ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ ക്രിസ്മസ് ദിനത്തിലെല്ലാം വരുമ്പോഴും നാം ഉയരങ്ങളിൽ നോക്കണം. 121-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നാണ്. 18 വർഷക്കാലമായി ഒട്ടും ഉയരുവാൻ കഴിയാതെ കുനിയായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. അവൾ 18 വർഷക്കാലം അവൾ ഭൂമിയിലുള്ളത് ചിന്തിച്ച് ലോകപ്രകാരമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരുന്ന അവളെ കർത്താവ് കണ്ടു, അടുക്കൽ വിളിച്ചു, അവളെ തൊട്ടു. അപ്പോൾ രോഗം സൗഖ്യമായി അവൾ മുകളിലേക്ക് നോക്കി. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളെല്ലാം വരുമ്പോഴും ഈ ക്രിസ്മസ് ദിനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഉയരങ്ങളിലേക്ക് നോക്കാൻ, കർത്താവിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. രക്ഷകനായ കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോഴും പിതാവായ ദൈവത്തെ ഉയരങ്ങളിലേക്ക് നോക്കി പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചതായി നാം കാണുകയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. പൊന്ന്, മോര്, കുന്തിരിക്കം ശാസ്ത്രിമാർ കാഴ്ചവെച്ച് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത് നാം കാണുന്നു. അതുകൊണ്ട് ആരാധിക്കുന്ന ഒരു സമൂഹത്തിനുള്ളതാണ് വാസ്തവ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നാഥനാണ് നമുക്കുള്ളത്. നമുക്കുള്ളതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പണം ചെയ്തുകൊണ്ട് അവനെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. ആരാധിക്കുവാൻ കിട്ടുന്ന സമയങ്ങൾ, സന്ദർഭങ്ങൾ ഒരിക്കലും പാഴാക്കി കളയുവാൻ പാടില്ല. വേറെ ഒരു ചിന്ത അതിൽ നിന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്, പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം ആ ക്രിസ്മസിൻ്റെ സന്ദേശത്തിലുണ്ട് എന്നുള്ളതാണ്. പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അത് ഏറ്റവും വലിയ പങ്കുവയ്ക്കലാണ്. എന്നാൽ ഇവിടെ പൊന്ന്, മോര്, കുന്തിരിക്കം അവർ കാഴ്ചവെക്കുന്നു, അവർക്കുള്ളത് കർത്താവിന് പങ്കുവയ്ക്കുകയാണ്. ആട്ടിടയന്മാർ യേശുവിനെ കാണുന്നതിന് വേണ്ടി കാലിത്തൊഴുത്തിലേക്ക് വരികയാണ്. അവർക്കുള്ളത് കർത്താവുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതവന് കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാൻ അവന് മനസ്സുണ്ടായി. അപ്പോഴാണ് എല്ലാ 15,000-ത്തിലധികം വരുന്ന ജനങ്ങൾ ഭക്ഷിച്ചിട്ട് 12 കൂട നിറച്ചെടുത്തു നാം കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. യേശുവിനെ നാം എവിടെയാണ് വാസ്തവത്തിൽ കാണുന്നത്? രാജകൊട്ടാരങ്ങളിലും മണിമന്ദിരങ്ങളിലുമല്ല നാം കർത്താവിനെ കാണുന്നത്. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ശാസ്ത്രിമാർ യേശു അവിടെ രാജകുമാരൻ അവിടെയാണ് ജനിക്കുന്നത് പറഞ്ഞ് രാജകൊട്ടാരത്തിൽ അന്വേഷിച്ചു. എന്നാൽ രാജകൊട്ടാരത്തിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അവർ ആ ചവിട്ടുപടികൾ താഴേക്ക് ഇറങ്ങി അവർ വരുമ്പോൾ ആ കാലിത്തൊഴുത്തിൽ ആണ് കർത്താവിനെ കാണുന്നത്. അതുകൊണ്ട് എവിടെ ജനങ്ങൾ വേദനിക്കുന്നുവോ, എവിടെ ഭാരപ്പെടുന്നുവോ, എവിടെ കഷ്ടപ്പെടുന്നുവോ, അവിടെയാണ് നാം രക്ഷകനായ കർത്താവിൻ്റെ ജനനത്തെ നാം കാണുന്നത്. ഇന്ന് സംഘർഷഭരിതമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു. അവിടെ നിരപരാധികൾ അനേകർ കൊല്ലപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ പോലും വലിയ പീഡനങ്ങളും പ്രയാസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്മസിൻ്റെ സന്ദേശം പങ്കുവെക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് പറയുന്നത്, അല്ലേ, ദൈവം നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, സകലരും കൈവിട്ടു എന്ന പ്രയാസത്തോട് മുമ്പോട്ട് പോകുന്ന എല്ലാവരോടും കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇമ്മാനുവേലാകുന്ന കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ,
നമ്മുടെ സഭകളിൽ നമ്മുടെ ചുറ്റുപാടിലും ജനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നേരുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.